നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മരുന്നൊട്ടും ഫലിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പോയാ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പിന്നെ എല്ലാ മനുഷ്യരും അനാഥ ജന്മങ്ങൾ തന്നെ. ചേർത്ത് നിർത്താൻ ഒരു കണ്ണി പോലും ബാക്കിയില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം? രൂപേഷേട്ടന് ഒരു മോളെ പ്രസവിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ രൂപേഷേട്ടന്റെ ഭാര്യയായി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒന്നുകിൽ ഞാൻ ഇവിടെ വിട്ടു പോണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവണം. എന്തു തന്നെയായാലും ഇനി വരുന്ന ദിവസങ്ങൾ മരുവത്തൂരിലെ എന്റെ അവസാനത്തെ ദിവസങ്ങളാണ്. അവസാന ദിവസം വരെ രൂപേഷേട്ടൻ സന്തോഷത്തോടു കൂടിയിരിക്കണം. അത് മാത്രമേ ഉള്ളൂ എന്റെ ആഗ്രഹം. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? വന്നേ. ഈ തുളസിമാല മോൻ എങ്ങോട്ട് കൊണ്ടുപോവാ? ശ്രീകൃഷ്ണന് ചാർത്താൻ. എന്താ അങ്ങളെ ചോദിച്ചത്? ഈ തുളസിമാല മോൻ അങ്കിളിന് തരുമോ? എന്തിനാ അങ്ങളെ? കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടി എവിടെ? ഇപ്പൊ വരും.
അപ്പൊ അങ്കിൾ കല്യാണ പെണ്ണിനെ കാത്തിരിക്കുകയാണോ? അതെ. രണ്ടുപേരും കൂടെ പ്രേമിച്ചൊളിച്ചോടി കല്യാണം കഴിക്കാനുള്ള പദ്ധതിയായിരിക്കും. ആണോ അങ്കിൾ? രണ്ടുപേരും കൂടെ പ്രേമിച്ചൊളിച്ചോടി കല്യാണം കഴിക്കാനുള്ള പദ്ധതിയായിരിക്കും. ആണോ അങ്കിൾ? അമ്പടം എടുക്ക, നീ ആള് കൊള്ളാലോ. എന്താ? നിനക്കതെങ്ങനെ മനസ്സിലായി? എനിക്ക് അങ്കിളിനെ കണ്ടപ്പോഴേ മനസ്സിലായി. മോനിത് വെച്ചോ. പകരം ഈ തുളസിമാല അങ്കിൾ തന്നേക്ക്. എനിക്ക് പണം വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. കല്യാണ സമയമാകുമ്പോ അങ്കിൾ എന്നെ വിളിച്ചാ മതി. ഞാൻ ഈ തുളസിമാല അങ്കിളിനെ കൊണ്ട് തരാം. അതിന് എനിക്ക് നിന്റെ പേരറിയില്ലല്ലോ. അല്ല, നീ എന്താ ചിരിക്കുന്നേ? ഇവിടെ എല്ലാവർക്കും എന്നെ അറിയാം. അങ്കിൾ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, മുൻപ് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അങ്കിൾ ക്ഷേത്രത്തിലൊന്നും അങ്ങനെ പോവാറില്ല അല്ലേ? അത് മോനെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. ചിലർ അങ്ങനെയാണ്. കാര്യസാധ്യത്തിന് മാത്രമേ ദൈവത്തിനെ കാണാൻ പോവൂ. അയ്യോ, ഞാനങ്ങനൊന്നുമല്ല. സ്ഥിരമായിട്ട് പോകാറില്ലെന്നേ ഉള്ളൂ. ഞാനും കൃഷ്ണന്റെ ഭക്തൻ തന്നെയാ. അങ്കിള് വിഷമിക്കണ്ട. മുഹൂർത്തത്തിന്റെ സമയത്ത് മാലകൾ ഞാൻ കൊണ്ടുതരാം. പോട്ടെ അങ്കിൾ. അല്ല, മോന് പണം വേണ്ടേ? വേണ്ട. ആ പണം അന്നദാനത്തിന്റെ വഞ്ചിയിലിട്ടാ മതി. ഇവളെന്താ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നേ? സമയത്ത് ഈ പയ്യൻ തുളസിമാല കൊണ്ട് തരുമോ? ശോ, അവനെവിടെ? ഇനി മുഹൂർത്ത സമയത്ത് ഇവനെ എങ്ങനെ കാണും? ശോ, The person you are calling is not answering. Please call again later. ഇവളെന്താ ഫോൺ എടുക്കത്തെ? അധികം നേരം ഇവിടെ നിന്നാ പരിചയമുള്ള ആരെങ്കിലും കാണും. പിന്നെ അത് മതി പുലുവാലാകാൻ. മുഹൂർത്ത സമയത്തെങ്കിലും അവളെ എത്തിയാൽ മതിയായിരുന്നു. ഇനി അവൾ ഉറങ്ങിപ്പോയി കാണുമോ? The person you are calling is not. ഒരാഴ്ച ഈ മരുന്ന് കഴിക്കും, എന്നിട്ട് നമുക്ക് നോക്കാം. ശരി ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ ദർശനയാ. എന്താ ദർശനെ? ഡോക്ടർ, എനിക്ക് തീരെ വയ്യ. എന്തു പറ്റി? അന്ന് തന്ന മരുന്നൊക്കെ സ്ഥിരമായി കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പൊ അതല്ല എന്റെ പ്രശ്നം. ദർശന കാര്യം പറയൂ. വിട്ടുമാറാത്ത തലവേദനയും ക്ഷീണവും. എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ക്ഷീണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയുന്നുണ്ടോ? അതെനിക്കറിയില്ല ഡോക്ടർ. ചിലപ്പോ തല വെട്ടിപ്പിളർക്കുന്ന രീതിയിൽ ഒരു മിന്നലാ. പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക്
കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല. തലയ്ക്കുള്ളിൽ ഒരു വെടിക്കെട്ട് നടക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങുന്നത് പോലെ തോന്നും. ക്ഷീണം കാരണം പിന്നെ എഴുന്നേക്കാൻ പോലും പറ്റില്ല. പണിയെടുക്കാതെ സുഖിച്ചിരുന്ന് തിന്നിട്ട് ഇപ്പൊ അടുക്കളയിൽ കയറിയപ്പോ അവക്ക് തലവേദന, എഴുന്നേക്കാൻ വയ്യാത്ത ക്ഷീണം. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. അതിന് പറ്റിയ നല്ല ഉഗ്രൻ ചാൻസ് ആണിത്. ഒരു കാര്യം ചെയ് ദർശന, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് പോകും. അതിനു മുമ്പ് വന്നാൽ പരിശോധിച്ച് വേണ്ട മരുന്നുകൾ തരാം. ശരി ഡോക്ടർ, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ. ശരി. എന്തു പറ്റി ദർശനെ? ഡോക്ടറോടാണോ സംസാരിച്ചത്? അതെ.